നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനും മോനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരുന്നു. എത്ര നാളായി ഇതെന്റെ മുറിയിൽ തൂക്കിയിട്ടിരുന്നത്. ഇതൊടഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതിനേക്കാൾ കൂടുതൽ പേടിയ ഒരു അപശകുനം പോലെ. മോനെ, നാളെ തന്നെ നീ ഇതൊന്ന് ചില്ല് മാറ്റി ഫ്രെയിം ചെയ്ത് കൊണ്ട് തരുമോ? ശരി അമ്മേ, നാളെ തന്നെ ഞാനത് ശരിയാക്കി കൊണ്ടുവരാം. അമ്മ വിഷമിക്കാതിരിക്കേ. നിധി, അടുക്കളയിൽ ഒരുപാട് ജോലികൾ ബാക്കിയെടുക്ക. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ തീരും തോന്നില്ല. നിനക്ക് യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ടോ? ഒന്ന് വന്ന് സഹായിച്ചെങ്കിൽ ഉപകാരമായേനെ. നീ ഒന്ന് വരൂ അടുക്കളയിലേക്ക്. അതിനെന്താ അമ്മേ, ഞാൻ വരാം. എങ്കി വാ. ഗൗതം, ഞാൻ പോയിട്ട് വരാമേ. ഞാനേ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോഴേക്കും നീ ആ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്ക്. അമ്മ എന്തിനാ എന്നെ ഇപ്പൊ മുറിന്ന് വിളിച്ചോണ്ട് വന്നത്? അതെന്തിനാണെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ഒറ്റയ്ക്ക് ഞാൻ ചെയ്താൽ തീരില്ല. അതിനാ ഒരു സഹായത്തിന് വിളിച്ചത്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പൊയ്ക്കോ. എന്റെ അമ്മയെ എനിക്കറിയാലോ, അതൊന്നും അല്ലല്ലോ. പുറത്തെവിടെങ്കിലും പോയിട്ട് വന്നാ നീ പോയി റെസ്റ്റ് എടുത്തോ, ഇവിടെ എനിക്ക് ചെയ്തു തീർക്കാനുള്ള ജോലിയേ ഉള്ളൂ എന്ന് പറയുന്ന ആളാണ് അമ്മ. പക്ഷെ ഇന്ന് മുറിയിൽ വന്ന് ജോലി ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു. അത് ജോലി ചെയ്യിക്കാനൊന്നും അല്ലാന്ന് എനിക്കറിയാം. പറയമ്മേ, അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ചോദിക്കാനുള്ളത് ഉള്ളിൽ ഒതുക്കണ്ട, ചോദിച്ചോളൂ. അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥയാ. നീ ഇങ്ങനെ പറയുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്ക് നന്നായി അറിയാം. ഇനി ഞാനായിട്ട് തന്നെ അത് ചോദിച്ചേ മതിയാവുന്ന നിർബന്ധമാണെങ്കിൽ ഞാൻ ചോദിക്കാം. എന്റെ മനസ്സിൽ അത്ര വലിയൊരു പേടിയുള്ളതുകൊണ്ടാ. ഞാൻ പേടിക്കുന്നത് പോലെ ആശുപത്രിയിൽ എന്തെങ്കിലും നടന്നോ മോളെ? നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് തിരികെ വന്നത് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. രണ്ടുപേർക്കും എന്തോ ഭാവവ്യത്യാസമുണ്ട്. എന്റെ മോൻ എന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല, കണ്ണി നോക്കി സംസാരിക്കുന്നില്ല, ഒന്നിനും മനസ്സ് തുറന്നൊരു മറുപടി പറയുന്നില്ല. അവന്റെ മനസ്സിൽ എന്നോട് എന്തോ അകൽച്ചയും ദേഷ്യമൊക്കെ ഉള്ളതുപോലെ ഒരു തോന്നൽ. ഇന്ന് വരെ അവന്റെ മുഖത്ത് കാണാത്തൊരു മാറ്റമാ ഞാൻ ഇന്ന് കണ്ടത്. സത്യം, എനിക്കുള്ളിൽ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. അവന്, എന്റെ ഗൗതമിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് അമ്മ. ഗൗതമിന്റെ മുഖം ഒന്ന് മാറിയപ്പോ തന്നെ അവരത് വായിച്ചെടുത്തു കഴിഞ്ഞു. ഞാൻ എങ്ങനെയാ ആ സംശയം സത്യമാണെന്ന് ഈ അമ്മയോട് പറയുന്നത്? നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചതിനൊന്നും ഒരു മറുപടി പറഞ്ഞില്ലല്ലോ നീ. അവൻ എത്രത്തോളം മാറിയോ അതുപോലെ തന്നെ നീയും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്, മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഗൗതമനോട് എന്തെങ്കിലും ചോദിച്ചാ അതിന് മറുപടി പറയാൻ അവനെ അനുവദിക്കാതെ നീയാണ് മറുപടി പറയുന്നത്, ശരിയല്ലേ? എന്താ നിധി ഇങ്ങനെ? എന്താ ഉണ്ടായത്? അയ്യോ, അത് മനഃപൂർവ്വം ചെയ്തതല്ല. പിന്നെ പിന്നെ ഈ മാറ്റത്തിന് കാരണം എന്താ അറിയണോ എനിക്ക്? പ്രത്യേകിച്ച് ഒന്നുമില്ലമ്മേ.
നിർമ്മലാന്റിയെ കാണാതായതും മറ്റുമായിട്ട് കുറെ അലഞ്ഞതല്ലേ, അതിന്റെ ഒരു ടെൻഷനും ക്ഷീണവും ഒക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ദേ